ആദരിച്ചണം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഫെബ്രുവരി 28 രണ്ടാമത്തെ വീഡിയോ ചെയ്യുന്നു. ഇന്ന് തന്നെ കുറച്ച് വൈഫും ഫ്രീ ആയി കഴിയുമ്പോൾ മറ്റേ ശനീശ്വര പ്രസാദം ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. അത് കട്ടായിട്ട് ചെയ്തിട്ട് എൻ്റെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ മോനുണ്ട്, മിസ്റ്റർ നാരായൺ, അദ്ദേഹത്തിന് അയച്ചിട്ട് അത് ലിങ്ക് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ നോക്കാം കേട്ടോ. ഇടും ഇന്ന് ഏതായാലും 2-3 മണിക്ക് മുമ്പ് ഇടാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 3 മണിക്ക് മുമ്പ് ഞാൻ ഇടാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് കാർമിക് റിലേഷൻസ്. നമ്മുടെ കാർമിക് റിലേഷൻസാണ് നമുക്ക് വരുന്ന നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ അച്ഛനമ്മമാർ, നമ്മളുടെ കുട്ടികൾ. ഇപ്പോൾ ബന്ധപ്പെടുന്നതിൽ ഭൂരിഭാഗവും കുട്ടികളുടെ പ്രശ്നം. കുട്ടികൾക്ക് ജോലിയില്ല, അത് കഴിയുമ്പോൾ ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യം. അപ്പോൾ പലരും പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ ഒരിക്കൽ നമ്മൾ നേരിട്ട് കാണാനിടയായാൽ അല്ലെങ്കിൽ വീട്ടിൽ വരാനിടയായാൽ കുട്ടികളോട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കരുത്, അത് ഇത് ചെയ്യരുത് എന്നുള്ള രീതിയിൽ പറയും. എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത ബന്ധുക്കളല്ല, എനിക്കറിയാവുന്ന ആൾക്കാർ പോലും പറയുന്നുണ്ട്. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തി, അദ്ദേഹത്തിന് ഒരു പരിധിയിൽ കവിഞ്ഞ് നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരൻ എന്തൊക്കെ കഴിവുണ്ടോ ആ കഴിവൊക്കെ തന്നിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ മനുഷ്യൻ ഈശ്വരനെ സൃഷ്ടിച്ചിരിക്കുന്നു, രൂപങ്ങളെ സൃഷ്ടിച്ചു. എന്തുവാകാം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന വയലാർ സാറിൻ്റെ ആണെന്ന് തോന്നുന്നു വരികളുണ്ട്. അപ്പോൾ അതുപോലെ ഒന്നുകിൽ പ്രപഞ്ചശക്തിയുണ്ട്, അത് സത്യമാണ്. കാര്യം പല ആൾക്കാരും നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ അവിടെ ഒരു പ്രകാശകിരണം കാണുന്നതും ഗുഹയിൽ കൂടി പോകുന്ന പോലെയൊക്കെ പറയുന്നുണ്ട്. അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ, നമ്മളിൽ ജീവാത്മാവ് കയറുന്നത് ഒരു സ്പിരിച്വൽ ത്രെഡ് വഴിയാണ്, ഒരു സിൽവർ കോഡ് വഴിയാണ്. അപ്പോൾ ഇത് ഞാൻ വായിച്ചത് ഹിപ്നോട്ടിസം ക്ലാസ്സിന് പോയപ്പോൾ അതിൽ ഇംഗ്ലീഷ് ഇതിലുള്ളൊരു CD തന്നിരുന്നു ക്ലാസ്സിൽ. അപ്പോൾ അതിനകത്താണ് അവർ കറക്റ്റായിട്ട് ഇത് കാര്യം പറയുന്നത്. കാര്യം വിദേശികൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തലയുടെ ഒരു 1-2 അടി മുകളിലൊരു എനർജി പോയിൻ്റ് ഉണ്ട്. അതാണ് പണ്ട് കിരീടങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. കിരീടം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പോലും താഴികക്കുടം വയ്ക്കുന്ന മുകളിൽ അത് മിന്നലക്ഷ ജാലകമാണെങ്കിൽ പോലും അവിടെ നിന്ന് എനർജി സ്വീകരിക്കുന്നുണ്ടത്. നമ്മുടെ ഇപ്പോൾ ഞാൻ ചിലരെ ബ്ലെസ് ചെയ്യുമ്പോൾ ഞാൻ അവരുടെ തലയുടെ മുകളിൽ ഒരു എനർജി പാസ് ചെയ്യുമ്പോൾ അവർക്കറിയാൻ പറ്റുന്നുണ്ട്. എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടല്ല ചെയ്യണത്, ഞാൻ വേറെ ഇത് നിന്ന് അവിടെ എനർജി പാസ് ചെയ്താൽ ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പിരിച്വലി നമുക്ക് ദീക്ഷകൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ പ്രിയ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണമ്പ്രാന്തിരി തിരുമേനിയിൽ നിന്ന് കുറേ അനുഗ്രഹം കിട്ടി, കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു. പക്ഷേ അന്നൊന്നും ഇതൊന്നും മനസ്സിലായി. അതൊക്കെ കഴിഞ്ഞ് കുറേ ശാസ്ത്രീയമായ ക്ലാസ്സുകൾക്ക് പോയപ്പോഴേ ഇത് മനസ്സിലായത്. ഏതായാലും ആവട്ടെ, നമ്മുടെ കാർമിക് റിലേഷനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നമ്മൾ 3 തരത്തിലുള്ള കാർമിക് റിലേഷൻ ഉണ്ട്: പ്രാരബ്ധം, സഞ്ചിതം, ആഗമികം. അതിലെ പ്രാരബ്ധ കർമ്മ റിലേഷനാണ് നമ്മുടെ ജന്മം. നമ്മൾ ജനിക്കുന്നത് നമ്മളെ തന്നെ തീരുമാനിക്കുകയാണ്, നമ്മുടെ അച്ഛൻ അമ്മ ആരായിരിക്കണം, അമ്മ അച്ഛൻ ആരായിരിക്കണമെന്ന്. കാര്യം ആ സമയത്ത് നമുക്ക് അത് മാസ്റ്റർ സോൾസാണ്. ഇത് ഡോക്ടർ ബ്രയാൻ എൽവിസിൻ്റെ ബുക്ക് വായിച്ചാലും ഇതറിയാൻ പറ്റും. ഇത് പല ക്ലാസ്സുകളിലും അല്ലാണ്ട് നമുക്കും അറിയാൻ പറ്റും. മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുജ്ജന്മമൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ABCDE എന്നൊരു ഓപ്ഷൻ ഉള്ളതുപോലെ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ അനുഭവിച്ച് തീർക്കാനുണ്ട്, നിങ്ങൾ ആരെയാണ് സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ച് ആ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ അമ്മയുടെ ഓറയിൽ കടന്ന് ഓറയിൽ നിന്ന് ജന്മമെടുക്കുന്നത്. അപ്പോൾ ഈ ജന്മമെടുക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ സിസേറിയനാകാം, കോംപ്ലിക്കേഷൻ ആകാം, പല കാര്യങ്ങളാകാം. ചിലപ്പോൾ ഇത് ഫ്ലൂയിഡ് പൊട്ടി കൊച്ച് ഇങ്ങനെ സിസേറിയൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എന്നോട് അങ്ങനെ വ്യക്തിപരമായിട്ട് ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഇവരുടെ ശരീരത്തിൽ നിന്ന് ഈ പ്രാണൻ എങ്ങനെയാണോ പോയത്, ആക്സിഡൻറ്റിലാകാം, വെള്ളത്തിൽ വീണാകാം, വിഷം കഴിച്ചാകാം, അല്ലെങ്കിൽ നാച്ചുറലാണെങ്കിൽ ആയിട്ടാണ് പോയതെങ്കിൽ സുഖപ്രസവമായിരിക്കും, ഒരു കോംപ്ലിക്കേഷനും വരികയില്ല. എന്ന് പറഞ്ഞാൽ ആ കർമ്മത്തിലെല്ലാം കഴിഞ്ഞ് ഇതായിട്ടാണ് പോണതെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും വരികയില്ല. പക്ഷേ ഈ ബാലാരിഷ്ടതകൾ, ഗർഭാവസ്ഥയിൽ തൊട്ട് ബാലാരിഷ്ടതകൾ തുടങ്ങുന്നത് കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കി പത്രമായ അനുഭവങ്ങളുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? ആ ബാലാരിഷ്ടത, ആ ജന്മദശയോ ഇപ്പോൾ അശ്വതി മകം മൂലം എന്ന് പറയുന്നത് കേതുർദശ ജനിക്കുകയാണ്. 7 വർഷമാണ് അതിൻ്റെ കേതുർദശ മാക്സിമം. അത് എത്രാമത്തെ നാഴിക ജനിക്കുന്നു എന്നുള്ളത് വെച്ചിട്ട് അത്രയും നാളത്തേക്ക് ബാലാരിഷ്ടത വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് അടുത്ത ഇതിലേക്കും കടക്കാം. കാര്യം കഴിഞ്ഞ ജന്മത്തിലെ പ്രാരബ്ധ കർമ്മങ്ങൾ
ഒരു 50-60% ബാലാരിഷ്ടതയിൽ ചിലപ്പോൾ അനുഭവിക്കേണ്ടതായി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ബാലാരിഷ്ടതയിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ പേരൻസിനും അനുഭവിക്കാനുള്ള യോഗം ഉള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ചയായിട്ട് പേരൻസുമായിട്ടുള്ള ക്രയവിക്രയത്തിൻ്റെ ആയിട്ടാണ് ഇത് സെലക്ഷൻ ആകുന്നത്. ഏതെങ്കിലും കഴിഞ്ഞതോ അതിന് മുമ്പത്തെ എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ കയറി ഒരു അമ്മയുടെ അച്ഛൻ്റെ മകനായിട്ട് വരികയില്ല. കാര്യം നമ്മൾ ക്ലോസ് റിലേഷൻ വരുന്നത് 7 തലമുറകൾ വെച്ചിട്ടാണ്, 7 ജന്മങ്ങൾ വെച്ച്. 7 തലമുറയല്ലേ, നമ്മുടെ 7 ജന്മങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ചിലരെ അറിയാം, ചിലരെ നമ്മൾ ഒഫീഷ്യലി പരിചയപ്പെട്ട് കാണും, ഇത് കാണും, അല്ലെങ്കിൽ നമ്മുടെ ഹൗസിംഗ് കോളനിയിൽ താമസിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ക്ലബിലുണ്ടാകും. ഇത് പതുക്കെ ഓരോ ജന്മം പോകുമ്പോൾ ഈ റിലേഷൻ അടുത്തുകൊണ്ടിരിക്കും. അതുപോലെ ഓരോ ജന്മം പോകുമ്പോൾ ഈ റിലേഷൻ അകന്നുകൊണ്ടിരിക്കും. അപ്പോൾ മിനിമം 7 ജന്മങ്ങൾ നമ്മൾ ക്ലോസ് റിലേഷൻ ഉണ്ടാകും. അച്ഛൻ, അമ്മ, മക്കൾ, ഭർത്താവ്, ഭാര്യ, സഹോദരങ്ങൾ എന്നുള്ള ക്ലോസ് റിലേഷനിൽ നമ്മളുണ്ടാകും 7 ജന്മങ്ങൾ. ഇതെൻ്റെ അറിവാണ്, എൻ്റെ ഗുരു പറഞ്ഞു തന്ന അറിവാണ്. ഇതിനേക്കാളും നല്ല വേറെ അറിവുകൾ കാണും കേട്ടോ. എൻ്റെ പരിമിതമായ അറിവിനുള്ളിലാണ് ഞാനിത് പറയുന്നത്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. അതിൻ്റെ സൂചനകൾ നമുക്ക് കിട്ടും. എൻ്റെ ആത്മതലത്തിൽ ഇത്രയേ അറിവേ എനിക്ക് കിട്ടുന്നുള്ളൂ. അതിൻ്റെ പരിമിതികളുണ്ട് കേട്ടോ. ഇതിനേക്കാളും ബ്യൂട്ടിഫുള്ളായിട്ട് പറയുന്ന നല്ല അറിവുള്ള ആചാര്യന്മാർ കാണും. ഞാൻ എൻ്റെ അറിവ് മാത്രം പറയുന്നു. അപ്പോൾ ഈ 7 ജന്മങ്ങളിലെ ഇത് ക്ലോസ് റിലേഷനിലാണ് മക്കൾ വരുന്നത്. മക്കൾ വരുമ്പോഴത്തേക്കും നമ്മളുമായിട്ടുള്ള ആ കാരണ ശരീരത്തിൽ ഈ പ്രശ്നങ്ങൾ വരും. അപ്പോഴെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മക്കളുമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ടെന്ന് ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത്. മനസ്സിലായി? നമ്മൾ വിശ്വസിക്കുമ്പോൾ അവരോട് സംസാരിക്കാണ്ട് തന്നെ ആ ഒരു അകൽച്ച ഉണ്ടാവും. മക്കൾ ആഹാരം കഴിച്ച് ഇത് ചെയ്യുന്ന അങ്ങനെ പല അകൽച്ച ഉണ്ടാകും. അപ്പോൾ നമ്മൾ തീവ്രമായിട്ട് ആ കാരണ ശരീരം അവരുടെ ശുദ്ധീകരിക്കാൻ നോക്കുക. കാര്യം പല ജന്മജന്മങ്ങളായിട്ട് നമ്മുടെ ക്രയവിക്രയത്തിൽ എന്തെങ്കിലും ആസുരികമായ പ്രവൃത്തികളുണ്ടായിട്ടുണ്ടെങ്കിൽ, ആസുരികമായ പ്രവൃത്തികളാണ്. കാര്യം ദൈവീകമായ പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളെ സ്വയം ആയിട്ട് കണ്ടിട്ട് പ്രവർത്തിക്കുന്നത്. ആസുരികമായ ഇത് എന്താ പറഞ്ഞാൽ സ്വന്തം കാര്യം സിന്ദാബാദ് എന്നുള്ള പ്രവർത്തനമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാപ്പാക്കണമേ, അത് മാഞ്ഞു പോകണമേ എന്നുള്ള ആസുരികമായ ആ കാർമിക് റിലേഷൻ മാഞ്ഞുപോയി ദൈവികമായ കാർമിക് റിലേഷൻ വരണം എന്നുള്ള സങ്കല്പം കൊടുക്കുക. ഈ സങ്കല്പം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാളിൻ്റെ പഞ്ചഭൂതവും ആ കുട്ടിയുടെ നാളിൻ്റെ പഞ്ചഭൂതവും ഏതാണോ ഇത് രണ്ടും കൂടി വെച്ച് സങ്കല്പം കൊടുക്കുക. അത് ഊണിലും ഉറക്കത്തിലും കൊടുക്കുക, രാത്രി കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും കൊടുക്കുക. അപ്പോൾ ഇതിലുള്ള ഇപ്പം ഇങ്ങനെ പ്രശ്നമുള്ള കുറച്ച് പേരുടെ എനിക്ക് ഗൈഡൻസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ് സങ്കല്പം കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയാം. പക്ഷേ ജനറലി ഈ യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും വേണ്ടി പറയുകയാണ്. കുട്ടിയുടെ ഇപ്പോൾ ജന്മനക്ഷത്രം നോക്കുമ്പോൾ അതിനേതാണ് പഞ്ചഭൂതം എന്ന് കാണും. ഈ പഞ്ചഭൂത എലിമെൻ്റാണ് നമുക്ക് ദൈവവുമായിട്ട് ലിങ്ക് വരുന്നത് പഞ്ചഭൂതത്തിലൂടെയാണ്. ഇത് ഗുരു പറഞ്ഞു തന്നൊരു സീക്രട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ പഞ്ചഭൂതം, ഇപ്പോൾ എൻ്റെ അഗ്നിയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഭൂമിയാണെങ്കിൽ ഭൂമിയും, എൻ്റെ കുട്ടികളുടെ അഗ്നി അല്ലെങ്കിൽ വായു ആണെങ്കിൽ ആ ഭൂമിയും വെച്ചും ഞാൻ സങ്കല്പം കൊടുക്കുക, വായു വെച്ചും സങ്കല്പം കൊടുക്കുക. അപ്പോൾ ഓരോരുത്തർക്കും ഇൻഡ്യൂഷൻ കിട്ടുന്നത് വെച്ച് ഭൂമി വെച്ച് എങ്ങനെയാണ് സങ്കല്പം കൊടുക്കേണ്ടത്, വായു വെച്ച് എങ്ങനെയാണ് സങ്കല്പം കൊടുക്കേണ്ടതെന്ന് ഞാൻ ചിലരോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ അപ്പോൾ കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഈ സങ്കല്പം കൊടുത്ത് നമ്മൾ ആ കാർമിക് റിലേഷൻസ് കുറച്ച് വരുമ്പോൾ നമ്മൾ ഈ കുട്ടിയെ സ്നേഹിച്ച് ഇത് ചെയ്യുമ്പോൾ എന്തും ആകട്ടെ, കുട്ടി എന്തും ചെയ്യട്ടെ, കാര്യം അവൻ ചെയ്യുന്നത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തതിൻ്റെ, അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തതിൻ്റെ തുടർച്ചയാണ്. അതിൻ്റെ തുടർച്ച പ്രിച്ചർ അബീബി ബാക്കി ഹേ ദോസ്ത് എന്ന് പറഞ്ഞില്ലേ, അതാണ് ചെയ്യുന്നത്. അതെപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് പ്രായത്തിൻ്റെ പക്വതക്കുറവുണ്ട്, നമുക്ക് പ്രായത്തിൻ്റെ പക്വതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ക്ഷമിക്കുക. കാര്യം ക്ഷമ ദൈവികമാണ്, വൈരാഗ്യം ആസുരികമാണ്. എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ക്ഷമിക്കുക. ഇത് ഏതോ ഒരു മഹാൻ പറഞ്ഞിട്ടില്ലേ, ദൈവമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. എനിക്കൊന്ന് ക്രിസ്തുദേവനാണ് പറഞ്ഞിരിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ തന്നെ ഇത് ചെയ്യണം. അവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. അതോടൊപ്പം അവരുടെ മനസ്സിൽ നല്ല ചിന്തകൾ വരുത്തണമേ എന്നുള്ള ഇത് വരണം. കാര്യം ഇതെന്ത് അച്ഛനമ്മമാരോട് ചെയ്തോ ഇത് തന്നെ അവരുടെ മക്കൾ അവർക്ക് ചെയ്യും. എനിക്കറിയാവുന്ന കാര്യമുണ്ട്. ഈ ലവ് മാരേജ് നടന്ന് നല്ല സാമ്പത്തിക ഇതൊക്കെയുള്ള സ്ഥിതിയുള്ളതാണ്. പക്ഷേ ജാതി വ്യത്യാസത്തിൽ ലവ് മാരേജ് നടന്നത് സ്ത്രീയുടെയും പുരുഷൻ്റെയും വീട്ടുകാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എനിക്ക് വ്യക്തിപരമായി അറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ലാസ്റ്റ് 30 വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ പെൺകുട്ടിയുടെ കല്യാണം വന്നപ്പോൾ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, ഇവരുടെ ബന്ധത്തെക്കാളും ഒന്നുകൂടി ദേശകാല വ്യത്യാസങ്ങളിലുള്ള ഒരു ആളുമായിട്ട് ആ പെൺകുട്ടി സ്നേഹിച്ചു.
മനസ്സിലായോ? അപ്പോഴത്തേക്കും പ്രതിവിധി കണ്ടതെന്ന് പറഞ്ഞാൽ ഇവരുടെ കുടുംബദേവതയുടെ അവിടെ ചെന്നിട്ട് പ്രായശ്ചിത്തം ചെയ്യാൻ. പക്ഷേ അവിടെ പോകാൻ ആ പെൺകുട്ടി റെഡിയല്ല. കാര്യം ഈ വിവാഹ സമയത്ത് ഈ അച്ഛനമ്മമാർ അവരുടെ കുടുംബവുമായിട്ടകന്ന് ആ ദേവതകളുമായിട്ട് അകന്നാണ് ആ വിവാഹകാലത്ത് ജീവിച്ചത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബക്കാർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവിടുത്തെ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാരെന്ത് പറയുന്നുള്ളത് വെച്ചിട്ട് ഇവർ മാറി താമസിച്ചു. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ കുടുംബദേവതയെ തൊഴണമെന്ന് പറയുന്നു, നമ്മുടെ ഗ്രാമദേവതയെ തൊഴണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു എനർജി ലിങ്ക് ഉണ്ടാക്കാനാണ്. അതിൻ്റെ ബ്ലെസ്സിങ് കൊണ്ട് നമ്മുടെ ജീവിതം പ്രഭാപൂരിതമാകും, സന്തോഷപൂർണ്ണമാകും. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ ഇതായി കഴിഞ്ഞാൽ നിങ്ങളുടെ ദേവത അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളി അല്ലെങ്കിൽ അവിടെ ചർച്ചിൽ അവിടെയൊക്കെ പോകണമെന്ന് പറയണതിൻ്റെ കാര്യം ഇതാണ്. അത് ശാസ്ത്രീയമായിട്ട് പറയാൻ അവർക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ എഫക്റ്റായിട്ട് ആ മകള് വേറെ ഇത് ചെയ്ത പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്കറിയാം. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദിച്ചത് അച്ഛനമ്മമാർ അവർ ജോലി ഉണ്ടായിരുന്നു, സമ്പാദ്യം ഉണ്ടായിരുന്നു, വേണ്ട വിധത്തിൽ മക്കളെ പരിഗണിക്കാണ്ട് വളർത്തി. ഇപ്പോൾ ഹോസ്റ്റലിൽ നിർത്തി കാണും, അത് കാണില്ലേ, എവിടെയും ടൂറിന് കൊണ്ടുപോയി കാണില്ല, പല കാര്യം. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കഴിഞ്ഞ് ചിലപ്പോൾ അച്ഛനമ്മ ഒക്കെ വെള്ളം അടിച്ച് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും. അച്ഛൻ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഈ മക്കളോട് വൈരാഗ്യം, നിങ്ങളുണ്ടായതിനു ശേഷമാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞ് മക്കളോട് വൈരാഗ്യം കാണും. പ്രത്യേകിച്ച് പെൺകുട്ടികളോട്. അച്ഛന് ആൺകുട്ടിയാകണമെന്ന് പെൺകുട്ടിയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈരാഗ്യം. ഇത് അച്ഛനും ചാമ്പും അമ്മയും ചാണ്ടും, അച്ഛൻ അമ്മയ്ക്കിട്ട് ചാമ്പും അതിൻ്റെ ഇത് അമ്മയും ചാമ്പും. ഇങ്ങനെയുള്ളത് എന്നോട് ഇന്നലെ പേഴ്സണലി ചോദിച്ച ചോദ്യമാണ്. ഇങ്ങനെയുള്ള കാര്യത്തിൽ ഈ അച്ഛനെ അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് പ്രായമാകുമ്പോൾ അവർക്ക് പരസഹായം വേണ്ടി വരുമ്പോൾ ശുശ്രൂഷിക്കാനുള്ള ബാധ്യത മക്കൾക്കുണ്ടോ, ആൺമക്കൾക്കുണ്ടോ, പെൺകുട്ടികൾക്കുണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറയുന്നത് ഫോർഗീവ്നെസ് ഈസ് ഡിവൈൻ. എന്തൊക്കെ സംഭവിച്ചോ, അവരെന്തൊക്കെ ചെയ്തോ, ഏതൊക്കെയോ ജന്മങ്ങളിൽ നമ്മൾ അവരോട് ചെയ്തതാണ് അവർ ചെയ്തതെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ക്ഷമിച്ചുകൊണ്ട്, അവരോടല്ല നമ്മളോട് തന്നെ ക്ഷമിച്ചുകൊണ്ട്, നമുക്ക് ഇനി അടുത്ത നമ്മളെല്ലാം ഈ ജന്മത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഈ ശരീരം ശാശ്വതമല്ല. മാക്സിമം 120 130 വർഷമേ നമുക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് നമ്മളെ ഇറക്കി വിടും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകാം, അറിയാണ്ട് ഇറങ്ങിപ്പോകുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ പിന്നെ നമ്മൾ അടുത്തത് ചെന്ന് ചേരണം. ഏതെങ്കിലും അടുത്ത യാത്രയ്ക്കുള്ള വാഹനം നമുക്ക് കിട്ടിയിരിക്കും. കാര്യം ഇല്ലാണ്ട് വെറുതെ അവിടെ ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ പറ്റുകയില്ല. നമ്മൾ കളിക്കാരനായിട്ട് ഇറങ്ങേണ്ടി വരും. നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ ആ ഒരു വ്യക്തിത്വം നമുക്കും ഇനിയും കളിക്കണം. പുതിയ ഇതിൽ മൊബൈൽ യുഗത്തിൽ, ഇൻ്റർനെറ്റ് യുഗത്തിൽ, AI യുഗത്തിൽ ഇനിയും എനിക്ക് സ്ഥൂല ശരീരം വന്ന് ആ ജീവിതം ആസ്വദിക്കണമെന്ന് നമ്മുടെ ആത്മതലം തീരുമാനിക്കും. അതിലെ ജീവാത്മതലം, ബോധതലം ഭൂമിയിലേക്ക് കളിക്കാനായിട്ട് യൂണിഫോം ഇട്ടിറങ്ങും. അതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണമോ അതിന് നമ്മൾ ഇതെല്ലാം ക്ഷമിക്കുക. ആ വൈരാഗ്യമാണ് നമ്മൾ എടുക്കണതെങ്കിൽ അതങ്ങനെ തന്നെ കിടക്കും. ഇതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതം. ജനനം മുതൽ സ്വർഗാരോഹണം വരെ ശ്രീകൃഷ്ണൻ്റെ ജീവിതം നോക്കിയാൽ ഈ കലികാലത്തിൽ നടക്കുന്ന വ്യക്തിബന്ധങ്ങളും കുടുംബജീവിതങ്ങളും വിദ്യാഭ്യാസ ജീവിതങ്ങളും എല്ലാം അതിലുണ്ട്. അത് സമയ സൗകര്യം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ചിലപ്പോൾ ഇതിലായിരിക്കും, അല്ലെങ്കിൽ അബാക്കിലാവുമ്പോഴത്തേക്കും എൻ്റെ എതിർവശത്തൊരാൾ കാണും. അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിൽ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഇത് നമ്മുടെ പല ജന്മങ്ങളിൽ നിന്നുള്ള നമുക്ക് സ്ഥൂല ശരീരമുണ്ട്. അതാണ് ഇപ്പോൾ കാണുന്നത് ശ്രീനിവാസപ്പയെന്ന് എനിക്കൊരു സൂക്ഷ്മ ശരീരമുണ്ട്. അത് ക്രില്ലിയൻ ക്യാമറ വെച്ച് കാണാൻ പറ്റും. ആ സൂക്ഷ്മ ശരീരത്തിനെ ആവരണം ചെയ്തുകൊണ്ട് കാരണ ശരീരമുണ്ട്. ഈ കാരണ ശരീരത്തിലാണ് ഈ ഊർജം കംപ്ലീറ്റ് ഉള്ളത്. നമ്മൾ ചെയ്യേണ്ട ക്രയവിക്രയങ്ങളുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവിൻ്റെ ഇതുണ്ട്. പുണ്യവും ഉണ്ട്, പുണ്യമല്ലാണ്ട് പാപം എന്ന് പറയുന്നതുകൊണ്ട്. അപ്പോൾ അതിനെ ഈ പാപക്കറ കഴുകിക്കളയാനായിട്ട് കുറേയധികം ദൈവികമായ പ്രവൃത്തികൾ നമ്മൾ മനഃപൂർവ്വം ചെയ്യണം. അറിഞ്ഞുകൊണ്ട് തന്നെ. ഓക്കെ, എന്നെ തല്ലിച്ചതച്ചതാണ് അച്ഛൻ, ഇത് ചെയ്തതാണ്, പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് എന്നെ ഇത് ചെയ്തതാണ്, ഓക്കെ ക്ഷമിക്കുക, പക്ഷേ എനിക്ക് ജന്മം തന്ന അച്ഛനാണ് ഞാൻ. ഇനി ഏത് ജന്മം വേണമെന്ന് ദൈവത്തിൻ്റെ പ്രതിനിധികളായ ഗുരുക്കന്മാരോട് ചോദിച്ചപ്പോൾ ഈ അച്ഛനും അമ്മയും മതിയെന്ന് പറഞ്ഞ ഞാൻ എൻ്റെ 101% ആത്മാർത്ഥതയോടെ ദൈവികമായ നിഷ്ഠയോടെ അവരെ ഈശ്വരതുല്യന്മാരായിട്ട് പരിഗണിക്കാനും ശുശ്രൂഷിക്കാനുമായിട്ടുള്ള ധാർമ്മിക ബാധ്യതയും ഉത്തരവാദിത്വവും എനിക്ക് ഈ ജന്മത്തിലുണ്ട്. അത് ഞാൻ നിറവേറ്റിയാൽ മാത്രമേ എനിക്ക് അടുത്ത ജന്മം നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. പലരും വിചാരിക്കുന്നത് ഈ ചർവാക സിദ്ധാന്തമാണ്. ഈ ജന്മമായി അടിച്ചു പൊളിച്ചു
ഇത് ചെയ്തു പോയി കഴിഞ്ഞാൽ തീർന്നു എന്നാണ്. അല്ല, പോയി കഴിയുമ്പോഴാണ് അടുത്ത കളി തുടങ്ങുന്നത്. 10ാം ക്ലാസ് 10ാം ക്ലാസ് ആയിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴും അതെ, 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ +2 അഡ്മിഷന് പോവും, +2 കഴിഞ്ഞാൽ അടുത്ത എൻട്രൻസിന് പോവും. ജീവിതത്തിൻ്റെ ഇങ്ങനെ തേരോട്ടമാണ്. ആ തേരോട്ടം ഈ ആത്മതലത്തിൽ ഏറ്റവും അധികം നമ്മൾ പോകുന്നു. ഇത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. സൂക്ഷ്മതലത്തിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈഗോ തലത്തിൽ ഈ പഞ്ചേന്ദ്രിയങ്ങൾ വെച്ച് കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും എന്താണ് ടേസ്റ്റ് ചെയ്യുന്നതും മാത്രമാണ് ജീവിതം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൂപമണ്ഡൂകങ്ങൾ പോലെ ഇട്ടാവട്ടത്തിൽ കിടന്ന് നമ്മൾ കൈകാലിട്ടടിക്കും. ഇതുക്കും മേലെ ഏതോ ഉണ്ടെന്നുള്ള ചിന്ത നമ്മളിൽ എന്ന് വരുന്നോ, അങ്ങനെയുള്ളവരാണ് ദൈവം സഹായിച്ച് ഇതുവരെയും ബന്ധപ്പെട്ടിരിക്കുന്നത്, എന്ന് വരുന്നോ അന്ന് തൊട്ട് നമ്മുടെ ജീവിതം മാറിമറിയും. നമ്മൾ മഹാവതാർ ബാബാജിയുടെ ആ എനർജി വലയത്തിൽ വരും. ഇത് എൻ്റെ അനുഭവം. ബാബാജി നേരിട്ട് നമുക്ക് വരണമെന്നില്ല, എൻ്റെ ശരീരം കോരിത്തിരിക്കുന്നു, പക്ഷേ ആ എനർജിയിൽ വരും. കാര്യം ഭാരതഖണ്ഡമല്ല, ഭൂമിയുടെ 360 ഡിഗ്രിയും മഹാവതാർ ബാബാജി എന്ന് പറയുന്ന ഇപ്പോൾ കൃഷ്ണൻ്റെ, മുരുകൻ്റെ അല്ലെങ്കിൽ ശിവൻ്റെ എല്ലാം അവതാര സ്വരൂപനായിട്ട് സ്വരൂപ സമാധിയിലുള്ള ആ എനർജിയുടെ വലയത്തിലാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.